ഇന്നത്തെ തൊഴിൽ പരീക്ഷാ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ പരീക്ഷാ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വാർത്തകൾ: കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ. അഡ്മിഷൻ ടിക്കറ്റുമായി പരീക്ഷയ്ക്ക് ഹാജരാകുന്ന ഉദ്യോഗാർത്ഥികളെയല്ലാതെ അവരുടെ കൂടെ വരുന്ന ആരെയും തന്നെ പരീക്ഷാ കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിഷൻ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയതിനും 15 മിനിറ്റ് മുൻപ് മുതൽ മാത്രമേ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അഡ്മിഷൻ ടിക്കറ്റ്, അസൽ തിരിച്ചറിയൽ രേഖ, പേന, നീല അല്ലെങ്കിൽ കറുപ്പ് ബോൾ പോയിന്റ് ഇവ മാത്രമേ പരീക്ഷാ ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ കൈവശം ഉണ്ടാകാൻ പാടുള്ളൂ. ഉദ്യോഗാർത്ഥികൾ തങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സീറ്റുകളിൽ മാത്രമേ ഇരിക്കുവാൻ പാടുള്ളൂ. ചുവടെ പറയുന്ന വസ്തുക്കൾ യാതൊരു കാരണവശാലും പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അനുവദിക്കുന്നതല്ല. സ്റ്റേഷനറി: പാഠ്യവസ്തുക്കൾ, അച്ചടിച്ചതോ എഴുതപ്പെട്ടതോ. കടലാസു തുണ്ടുകൾ, ജ്യാമിതീയ ഉപകരണങ്ങൾ, ബോക്സ്, പ്ലാസ്റ്റിക് കവർ, റബ്ബർ, എഴുത്തുപാട്, ലോഗരിതം പട്ടിക, പേഴ്സ്, പൗച്ച്. 2. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ: പെൻഡ്രൈവ്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് പേന, സ്കാനർ, ഹെൽത്ത് ബാൻഡ്, ക്യാമറ, പെൻ. വിനിമയ ഉപകരണങ്ങൾ: മൊബൈൽ ഫോൺ, ബ്ലൂടൂത്ത്, ഇയർഫോൺ, മൈക്രോഫോൺ, പേജർ. വാച്ചുകൾ: റിസ്റ്റ് വാച്ച്, സ്മാർട്ട് വാച്ച്, ക്യാമറ വാച്ച്. ഭക്ഷണ വസ്തുക്കൾ: പൊതിഞ്ഞതോ അല്ലാത്തതോ ആയ ഭക്ഷണ വസ്തുക്കൾ, കുപ്പി, വെള്ളം. മേൽപ്പറഞ്ഞവ കൂടാതെ ക്യാമറ, ബ്ലൂടൂത്ത് തുടങ്ങിയവ പോലുള്ള വിനിമയ ഉപകരണങ്ങൾ ഒളിപ്പിക്കുവാൻ തരത്തിലുള്ള ലോഹ, പ്ലാസ്റ്റിക് വസ്തുക്കൾ പരീക്ഷാ ഹാളിൽ അനുവദിക്കുന്നതല്ല. മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത ഉദ്യോഗാർത്ഥികൾ PSCയുടെ തിരഞ്ഞെടുപ്പ് നടപടികളിൽ നിന്നും സ്ഥിരമായി വിലക്ക് ഏർപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾക്ക് വിധേയരാകുന്നതായിരിക്കും. ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു.